പരി പവിത്രമാക്കാനുള്ള എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ അവയ്ക്കൊന്നിനും സാധിക്കില്ല അത്രേ. നാലം കുർവന്തി താം സിദ്ധിം. ജ്ഞാനം കൊണ്ടുണ്ടാകുന്ന നേട്ടം സിദ്ധിയുണ്ടല്ലോ, ആ സിദ്ധി പ്രദാനം ചെയ്യാനായി വേറെ ഒന്നിനും സാധിക്കില്ല. യാ ജ്ഞാനകലയാ കൃത. ജ്ഞാനം എന്ന് പറയുന്ന കല കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഉണ്ടല്ലോ സിദ്ധി, ആ സിദ്ധി മറ്റൊരു പ്രകാരത്തിലും വരില്ല എന്ന്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭാഗവതം ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും പറയും. ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ അതിനെ പറ്റിയിട്ടാവും പറയുന്നത്. തപസ്തീർത്ഥം ജപോദാനം പവിത്രാണി ഇതരാണി ച നാലം കുർവന്തി താം സിദ്ധിം യാ ജ്ഞാനകലയാ കൃത. ഈ യോഗവാസിഷ്ഠത്തിനെ പറ്റി ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ടല്ലോ. നമ്മുടെ പ്രേക്ഷകർ പലരും എനിക്ക് എഴുതുന്നുണ്ട്, അത് സ്വാമിജി വളരെ വിശേഷപ്പെട്ടതാണ്, ഇനിയും പറയണമെന്ന്. അതിൽ ആദ്യമേ മുതൽക്ക് കണ്ടപ്പോൾ എനിക്ക് പിടിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടാവും, ഇനിയും പറയാം. യസ്നാതഃ ശീതസിതയാ സാധു സംഗമഗംഗയാ കിം തസ്യ ദാനൈഃ കിം തീർത്ഥൈഃ കിം തപോഭിഃ കിം അധ്വരൈഃ. നിങ്ങൾക്കൊരു കാര്യം വേണ്ടതുപോലെ മനസ്സിലാക്കണം, അതിനോടൊരു പ്രതിപത്തിയും ആഭിമുഖ്യവും വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണമഹിമകളെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കണം. സത്സംഗം എന്ന് പറയുന്നു. എന്താണ് ഈ സത്സംഗം? സജ്ജനം. ഒരു തത്വജ്ഞാനിയുടെ അടുത്ത് പോയി അടുത്തുകൂടുക, സംസാരിക്കുക, ഇരിക്കുക, അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കുക, ഇങ്ങനെ ഒരു സാധു സംഗമം നമുക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ, അതിൽ നിന്ന് സർവ്വതും നമുക്ക് കിട്ടും. എങ്ങനെയാണെങ്കിൽ നാം എപ്പോഴും അറിയണം എന്നുള്ള ഒരു ഉത്കണ്ഠ നമുക്ക് വേണം, അതിനുള്ള സന്നദ്ധത വേണം. അവസരങ്ങൾ പാഴാക്കി കളയരുത്. അതിന് വേണ്ട നമ്രതയും നമ്മുടെ മനസ്സിൽ ശ്രദ്ധയും ഉണ്ടാവണം. യസ്നാതഃ ശീതസിതയാ സാധു സംഗമഗംഗയാ. സാധുജനങ്ങളുമായിട്ടുള്ള സംഗമം, ചേർച്ചയെ അത് പവിത്രമായിരിക്കുന്ന ഒരു ഗംഗയായിട്ട് ഇവിടെ ഉപമിച്ച് പറയുകയാണ് വസിഷ്ഠൻ. സാധുസംഗമം എന്ന് പറയുന്ന ഗംഗാജലത്താൽ യഹ സ്നാതഃ ശീതസിതയാ, അതിന് തണുപ്പുണ്ട് എന്ന് മാത്രമല്ല, അതിൽ സ്നാനം ചെയ്യുമ്പോൾ നമുക്ക് മാധുര്യം അനുഭവിക്കാം. സജ്ജനങ്ങളുടെ വാക്ക്, ഇപ്പം ഞാൻ ഈ മുക്തിസുധാകരം സംപ്രേഷണം നടത്തുന്നുണ്ടല്ലോ, ഇത് ഭക്തിയോടുകൂടിയും ജിജ്ഞാസയോടും വിനയത്തോടും കൂടിയാണ് നിങ്ങൾ കേൾക്കണത് എന്നുണ്ടെങ്കിൽ അത് വെറും വാക്കുകളോ ആശയ പ്രകാശകമോ അല്ല. അതിൽ അറിവുണ്ട്, ആശയത്തെളിച്ചം വരും എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ കൂടെ ഒരു രസം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണം. എന്താ ആ രസം? മധുരം. ഇപ്പോൾ പാലിൽ പഞ്ചസാര ഇട്ട് കഴിക്കുമ്പോൾ പാലിന് സ്വതവേയുള്ള മധുരം വിട്ട് കുറേ അധികം മധുരം അതിലുണ്ടാവുമല്ലോ. അതേപോലെ ശരിക്കൊരു തത്വപ്രവക്താവ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ ആ തത്വപ്രവചനം കേൾക്കുമ്പോൾ അറിവ് മാത്രമല്ല ആനന്ദരസവും കൂടി നമുക്ക് അനുഭവപ്പെടും. യസ്നാതഃ ശീതസിതയാ സാധുസംഗമഗംഗയാ. അങ്ങനെ മധുരവും ശാന്തശീതളവുമായിരിക്കുന്ന സാധുസംഗമ ഗംഗയിൽ ആരാണോ സ്നാനം ചെയ്യുന്നത്, സാധാരണ ഗംഗ ആരെയാ എങ്ങനെയാ സ്നാനം ചെയ്യിക്കുക? നമ്മുടെ ശരീരത്തിന് അതിൽ കൊണ്ട് ഒരു മുക്കും. അപ്പം മുക്കിയാൽ ശരീരം പുറത്തിങ്ങനെ നനയും, ഉള്ളു നനയും. ശരീരത്തിൻ്റെ ഉള്ളിൽ രക്തമുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം കിടക്കുമോ, എന്നാൽ ആളപ്പം തന്നെ താഴ്ന്നു പോകും. അപ്പം ശരീരത്തിൻ്റെ തൊലിപ്പുറമെയാണ് ആ സ്നാനം. നമുക്ക് ആവശ്യമോ മനസ്സിനെയും ബുദ്ധിയെയുമാണ് സ്നാനം ചെയ്യിക്കേണ്ടത്. അതിന് ഗംഗാജലം പര്യാപ്തമാണോ? അല്ല. ഗംഗാജലം പവിത്രമാണ്, അതിൽ പോയി കുളിച്ചാൽ എനിക്കൊരു അനുഗ്രഹമായി പവിത്രതയായി എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ വിചാരം കൊണ്ടുള്ള ശുദ്ധിയാണ്, ജലം കൊണ്ടുള്ള ശുദ്ധിയല്ല. ഇവിടെയോ സാധുക്കളുമായി ഒരു സമാഗമം, ഒരു സംഗമം ഉണ്ടായാൽ അവർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന രുചി, ആഭിമുഖ്യം, സന്തോഷം, ശാന്തത, ശീതളത, ആനന്ദം അത് അനുഭവപ്പെട്ടാൽ കിം തസ്യ ദാനൈഃ കിം തീർത്ഥൈഃ കിം തപോഭിഃ കിം അധ്വരൈഃ. ആ ആൾക്ക് പിന്നെ വാരിക്കോരി ദാനം കൊടുത്തിട്ട് ദാനപുണ്യകർമ്മം കൊണ്ട് എന്താണ് കിട്ടാനുള്ളത്? തീർത്ഥസ്നാനം കൊണ്ട് എന്താ കിട്ടാനുള്ളത്? തപോഭിഹി, പല വിധത്തിലുള്ള തപസ്സും ചെയ്ത് വല്ലതും കിട്ടാനുണ്ടോ? തപോനുഷ്ഠാനം കൊണ്ട്. കിം അധ്വരൈഹി, യജ്ഞയാഗങ്ങൾ കൊണ്ട് വല്ലതും കിട്ടാനുണ്ടോ? അതുമില്ല. അപ്പോൾ എവിടെ പോയി കാര്യം? സാധുസംഗമം എന്ന് പറയുന്നതാണ്
ഏറ്റവും വിശേഷപ്പെട്ടത്. നമ്മുടെ കേരളത്തിനൊരു മഹിമയുണ്ട്, അത് സമ്മതിക്കാതെ പറ്റില്ല. ഞാൻ വളരെ അത് അതിശയപ്പെടാറുണ്ട്. എത്രയെത്ര സപ്താഹങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിലൊക്കെ പ്രതിപാദിക്കുന്നത് ശ്രീമദ് ഭാഗവതമാണ്. അതെങ്ങനെ പ്രതിപാദിക്കണു എന്നുള്ളത് ഇരിക്കട്ടെ. ഭാഗവതത്തിൻ്റെ 18,000 ശ്ലോകങ്ങൾ അവർ വായിക്കുന്നുണ്ടല്ലോ. അത് കുറേയൊക്കെ മൂലം സംസ്കൃതത്തിലാണ് വായിക്കുന്നത്, കുറച്ചൊക്കെയോ അതിൻ്റെ മലയാള തർജ്ജമ രാമാനുജൻ എഴുത്തച്ഛൻ ആചാര്യൻ എഴുതിയിട്ടുള്ളതാണ് വായിക്കാറുള്ളത്. എന്തായാലും ഈ ഭാഗവതത്തിന് വലിയൊരു പ്രചാരമുണ്ടോ? അത് കേൾക്കാൻ ഡസൻ കണക്കിന് ആളുകളും കൂടാറുണ്ട്. അതെന്തായാലും ഒരു വിശേഷപ്പെട്ട കാര്യമാണ്. എന്താ, ഇവിടെ പലർക്കും അധികാരവും അവകാശവും ഉണ്ടെങ്കിലും ആ വൈദിക കർമ്മം ആർക്കും ഇവിടെ അനുവദിച്ചു കൊടുത്തിട്ടില്ല. വിരലിൽ എണ്ണാവുന്ന ബ്രാഹ്മണരിൽ ഒതുങ്ങി നിൽക്കുക. ഒരു വിവാഹമടക്കം ഒരു അഗ്നിസാക്ഷികമായിട്ടൊരു പ്രവൃത്തി നമ്മളിവിടെ നടത്താറില്ല. അപ്പോൾ ഇവിടെ എല്ലാം കൂടി ഉള്ളത് ക്ഷേത്രത്തിൽ പോലെ. അപ്പോൾ സർവ്വ വിവാഹവും ഇവിടെ ക്ഷേത്രത്തിലാണ് അപ്പം നടത്തുന്നത്. ക്ഷേത്രത്തിൽ സാധാരണ വിവാഹം നടത്തുകയല്ല വേണ്ടത്, എന്നാൽ അവിടെ പോയിട്ട് നടത്തുന്നു മറ്റു കർമ്മങ്ങളില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ പറയുന്നത്? ആ ഭാഗവതത്തോടുള്ള ഒരു ആഭിമുഖ്യം, അത് കേൾക്കണം എന്നുള്ളൊരു വിചാരം ഒരു നിലയ്ക്ക് അതൊരു സത്സംഗമാണ്. അതെങ്കിലും ഈ കേരളത്തിലുണ്ടല്ലോ. ആ ശ്രീമദ് ഭാഗവതം കൂടുതൽ വേണ്ടതുപോലെ വിവരിച്ച് അതിൻ്റെ ശ്രോതാക്കളിലുള്ള ഭക്തിയെ ഒരു ജ്ഞാനപൂർണമാക്കാനും വൈരാഗ്യപുഷ്ടമാക്കാനും പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്താവഹമാണ്. ഭാഗവതത്തിൽ ഉള്ളത് പറഞ്ഞാൽ മതി. ഇപ്പം ഞാൻ ഭാഗവതമാണല്ലോ പറയുന്നത്, മുക്തിസ്കന്ധമാണല്ലോ പറയുന്നത്. ഇതേമാതിരി പല ഭാഗങ്ങളിലും ഇതേ ആശയങ്ങൾ തൊടുത്തു വിട്ടിട്ടുണ്ട് ഈ ശാസ്ത്രം. അതൊക്കെ അതാത് സമയത്ത് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സപ്താഹമാണെങ്കിൽ വളരെ വിശേഷപ്പെട്ട ഫലമാണ് നമുക്കുണ്ടാവുക. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. ഈ ജ്ഞാനം എന്ന് പറയുന്നുണ്ടല്ലോ, പലരും ഇത് കേൾക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം, വ്യാപ്തി, പ്രായോഗികമായിരിക്കുന്ന ഫലം, സ്വാധീനം എന്ന് ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. എന്താ അങ്ങനെ പറയുന്നത് സ്വാമിജി? അങ്ങനെ തന്നെ പറയണം, അല്ലാണ്ട് വേറെ എങ്ങനെയാണ് പറയുക? നോക്കൂ, നമുക്ക് വിശപ്പുണ്ട്. വിശപ്പ് മാറാനായിട്ട് എന്ത് ചെയ്യണു? ഭക്ഷണം കഴിക്കുന്നു. ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു പദാർത്ഥമാണ്. ആ പദാർത്ഥം വായിലൂടെ അകത്തേക്ക് കഴിക്കുമ്പോൾ വിശപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരം മൂലം നമുക്കുണ്ടാകുന്ന അനുഭവം അതില്ലാതെയായി ശാന്തമാവുന്നു. അത് വാസ്തവത്തിൽ വിശപ്പടങ്ങൽ, വിശപ്പ് മാറൽ എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ്. വാസ്തവത്തിൽ അതുപോലെ ഒരു അനുഭവമാണ് ജ്ഞാനം നമുക്ക് കിട്ടുമ്പോഴും ഉണ്ടാവേണ്ടത്. പക്ഷേ അതിനെ അങ്ങനെ മനസ്സിലാക്കാറുണ്ടോ എല്ലാവരും? അതെന്തുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. നിങ്ങളോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയ റിസർച്ച് ചെയ്യുന്ന ആളാണ്. ഈ കാര്യത്തിനെക്കുറിച്ച് രാപ്പകൽ എന്ന പോലെ ഞാൻ ആലോചിക്കാറുണ്ട്. ഈ ജ്ഞാനം എന്ന് പറയുമ്പോൾ അതും ഇതേമാതിരി ഒരു പരിണാമം നമ്മളിൽ ജനിപ്പിക്കുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ധരിക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ വ്യക്തിത്വം ഒരു സങ്കീർണവും സംഘടിതവുമായ ഒരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിൽ എത്ര തലങ്ങളുണ്ട്? അതിൽ ഈ ജ്ഞാനം, ബുദ്ധി എന്ന് പറയുന്നത് ഏത് തലത്തിൽപ്പെട്ടതാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്കാറുണ്ടോ? പലപ്പോഴും ഞാൻ പറയാറുണ്ട്. കുറേ കൊല്ലങ്ങളായല്ലോ, 56 കൊല്ലമായി ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ ഈ ശ്രോതാക്കളുടെ വിഷമങ്ങളും അവരെ ഗ്രഹിപ്പിക്കാനുള്ള പലവിധമായ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതാണ് ഈ സ്വാമിജിയുടെ സ്വഭാവം. അത് ഇന്നും മാറിയിട്ടില്ല, മുമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ശരീരം അല്ലെങ്കിൽ ഇന്ദ്രിയം, അതിനെ ഐന്ദ്രിയ തലം എന്നാണ് പറയുക. നമ്മുടെ ശരീരത്തിൽ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും 10 സ്ഥിതി ചെയ്യുകയാണ്. ഈ 10 ഇന്ദ്രിയങ്ങളെ ആതിഥേയത്വം നൽകി ഹോസ്റ്റ് ചെയ്യുന്നതാണ് ശരീരത്തിൻ്റെ ഉദ്ദേശം. ആ ശരീരം നിലനിൽക്കാൻ വേണ്ടിയാണ് ശ്വാസം, ഭക്ഷണം, വ്യായാമം എന്നുള്ളതൊക്കെ നമ്മൾ എടുക്കുന്നത്. എന്തിന് ഈ ശരീരത്തിനെ നിലനിർത്തുന്നു എന്ന് ചോദിച്ചാൽ 10 ഇന്ദ്രിയങ്ങൾക്ക് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ തലം എന്ന് പറഞ്ഞാലോ ശരീരത്തിൻ്റെ തലം തന്നെ. ആ ശരീരതലത്തിൽ 2 വിധത്തിലുള്ള പ്രവൃത്തികളാണ് നടക്കുന്നത്. ഒന്ന്, ഈ ഇന്ദ്രിയങ്ങൾ മൂലമുള്ള പ്രവൃത്തികൾ. അത് തന്നെ 2 തരം. ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് നാം ബാഹ്യവസ്തുക്കളെ ഗ്രഹിക്കുന്നു. അവയുടെ പതിപ്പുകൾ
മനസ്സിന് സ്വയം ഉള്ളിൽ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ഇന്ദ്രിയങ്ങൾ സഹായിക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരൊറ്റ ഇന്ദ്രിയവും നമ്മുടെ ശരീരം വിട്ട് പുറത്തേക്ക് പോകുന്നില്ല, ഒരു മില്ലിമീറ്റർ പോലും നീങ്ങുന്നില്ല. വസ്തുക്കളൊക്കെ ഈ ഇന്ദ്രിയങ്ങളിൽ വന്ന് പതിയാണ്. ഇപ്പം ശബ്ദം എന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത്. ഈ സംസാരിക്കുന്ന വാക്കുകൾ മുഴുവനും ഏഷ്യാനെറ്റിലൂടെ ടെലികാസ്റ്റ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന മുറികളിൽ നിങ്ങളുടെ TV ഓൺ ചെയ്താൽ ശബ്ദരൂപത്തിൽ അത് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തി കർണപുടങ്ങളിൽ പതിയുന്നു. ആ പതിഞ്ഞതിൻ്റെ ആന്തരമായിരിക്കുന്ന ഒരാശയ പതിപ്പാണ് മനസ്സ് സ്വയം തന്നിൽ ഉണ്ടാക്കുന്നത്. ഒരു ഇന്ദ്രിയവും പുറത്തേക്ക് പോകണില്ല. ഇപ്പം കാണാൻ വേണ്ടി കണ്ണ് പുറത്തേക്ക് പോകുന്നുണ്ടോ? സൂര്യൻ ഉദിച്ചു, ചന്ദ്രൻ ഉദിച്ചു, അത് നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് കാണുന്നത്. സൂര്യൻ ഉദിച്ചപ്പോൾ സൂര്യൻ്റെ അടുക്കിലേക്ക് കണ്ണ് പോകുന്നുണ്ടോ? നമ്മൾ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. സൂര്യകിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കണ്ണിൽ വന്ന് പതിയാണ്. ചന്ദ്രകിരണങ്ങളും അതുപോലെയാണ്. വസ്തുക്കളാണെങ്കിൽ ആ വസ്തുക്കളിൽ വന്ന് പതിയുന്ന പ്രകാശകിരണങ്ങൾ പ്രതിബിംബിച്ച് ആ പ്രതിബിംബിത കിരണങ്ങളാണ് നമ്മുടെ കണ്ണിൻ്റെ കോർണിയയിൽ വന്ന് തൊട്ടാലേ അനുഭവമുള്ളൂ. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അനുഭവം സ്പർശജമാണ്. എന്താ പറഞ്ഞത്? സ്പർശജം, സ്പർശം കൊണ്ട് ജനിക്കുന്നത്. ഒന്നും നിങ്ങൾ വിചാരിക്കരുത് കൈ കൊണ്ട് തൊടുന്നത് മാത്രമാണ് സ്പർശമെന്ന്. അതേപോലെ കോർണിയ തൊടുമ്പോഴേ കാണുന്നുള്ളൂ, കണ്ണിലത്തെ കർണപുടങ്ങളിൽ വന്ന് പതിയുമ്പോഴേ കേൾക്കുന്നുള്ളൂ. മൂക്കിൻ്റെ ഉള്ളിലൂടെ കാറ്റ് മണമായി ഉള്ളിലേക്ക് പ്രവേശിച്ച് തൊടുമ്പോഴേ നമ്മൾ മണക്കുന്നുള്ളൂ. നാവിലും തൊടുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മാത്രാസ്പർശങ്ങൾ എന്ന് ഭഗവത്ഗീതയിൽ വ്യക്തമായി പറഞ്ഞത്. മാത്രകൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, സ്പർശങ്ങൾ എന്ന് പറഞ്ഞാൽ അവയ്ക്ക് തൊടാൻ വേണ്ടിയുള്ള പദാർത്ഥങ്ങൾ, അവയെ തൊടുന്നവ. അങ്ങനെ മാത്രാസ്പർശങ്ങളാണ് ഈ ഇന്ദ്രിയം അല്ലെങ്കിൽ ഐന്ദ്രിയ തലത്തിൽ നടക്കുന്നത്. അതോടൊപ്പം കർമ്മേന്ദ്രിയങ്ങളായ കയ്യും കാലും ബാക്കിയെല്ലാം കൂടി പ്രവർത്തിക്കുക, വ്യവഹരിക്കുക എന്ന് പറയുന്നത് നടത്തുന്നു. ഇതാണ് ഐന്ദ്രിയ തലത്തിലുള്ള പ്രവൃത്തികൾ. ആ പ്രവൃത്തികൾ എത്രത്തോളം നടക്കുന്നുവോ അതിന് ഒരേപോലെ ഫലമുണ്ടല്ലോ. ഇപ്പോൾ കണ്ണുകൊണ്ടൊരു വസ്തുവിനെ കണ്ടാൽ ആ കണ്ടതിൻ്റെ പതിപ്പ് മനസ്സിലുണ്ടായി. അപ്പം മനസ്സിൽ പതിപ്പില്ലാതെ ഒരു ദർശനമുണ്ടോ? മനസ്സിലൊരു പതിപ്പില്ലാതെ ഒരു രുചിയുണ്ടോ? മണമുണ്ടോ? ശബ്ദമുണ്ടോ? സ്പർശമുണ്ടോ? ഇല്ല. അതുപോലെ ഇനിയൊരു പ്രവൃത്തി എന്താ? വായ കൊണ്ട് സംസാരിക്കുന്നത്. അതാണ് വേറെ ഒരു പ്രവൃത്തി. ഇത് രണ്ടും കഴിഞ്ഞാൽ ബാഹ്യമായിരിക്കുന്ന പ്രവൃത്തി നമ്മുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം തീർന്നു. ഇനി 2 തലമുള്ളതാണ് മനസ്തലം, ബുദ്ധിതലം എന്ന് പറയുന്നത്. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ബുദ്ധിതലത്തിൽ ഉണ്ടാവുന്ന പരിണാമമാണ്. നിങ്ങളത് സമ്മതിക്കുമോ, ഗ്രഹിക്കുമോ അത് ഈ പറയുന്നത്? അപ്പോൾ സ്വാമിജി ഇങ്ങനെ സംസാരിക്കുന്നത് ഞാനിങ്ങനെ കേട്ടു വെട്ടുപോത്ത് പോലെ എന്നല്ല അതിനർത്ഥം. അങ്ങനെയല്ല ആ കേൾക്കൽ. ആ കേൾക്കുന്ന സമയത്ത് ആ ശബ്ദത്തിലൂടെ അല്ലെങ്കിൽ പദങ്ങളിലൂടെ നാം എന്താണോ വ്യപദേശിക്കുന്നത്, എന്താണോ തൊടുത്തുവിടുന്നത്, ആ തൊടുത്തുവിടുന്നത് നമ്മുടെ ബുദ്ധിതലത്തിലും മനസ്തലത്തിലും പതിയണം. ഏതുപോലെ? വിശക്കുന്ന സമയത്ത് കഴിച്ച ഭക്ഷണം വയറ്റിൽ ചെന്ന് പതിഞ്ഞ് ആ വിശപ്പ് അടങ്ങുന്നത് പോലെ ഒരു പരിണാമം ഈ ബുദ്ധിതലത്തിൽ ഉണ്ടാവണം. ഇത് നിങ്ങൾക്കുണ്ടാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ശ്രവണം പൂർണ്ണമല്ല. അത് ഉണ്ടാക്കി തീർക്കാനാണ് ഞാൻ സംസാരിക്കുന്നത്. വെറുതെ അങ്ങനെ പറഞ്ഞു പോവല്ല, പറയുന്നത് മനസ്സിലാക്കിക്കണം. അപ്പോൾ ഈ ജ്ഞാനം എന്നൊരു വാക്കെടുത്തു. ഇപ്പം ജ്ഞാനത്തിനെ പറ്റിയിട്ടാണ് ഈ അധ്യായത്തിൽ കൂടുതലും പറയുന്നത്. ഇത് വെറുതെ ഇങ്ങനെ കേട്ടിരുന്നാൽ മതിയോ? പോരാ. നിങ്ങളുടെ ബുദ്ധിതലത്തിലും മനസ്തലത്തിലും ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ വിശക്കുന്നവന് ഭക്ഷണം കഴിഞ്ഞാൽ എങ്ങനെ വിശപ്പടങ്ങുമോ അതേമാതിരിയുള്ള ഒരു അനുഭവ സ്വാധീനം നിങ്ങൾക്ക് അനുഭവപ്പെടണം. അതല്ലെങ്കിൽ ഇത് ജ്ഞാനമായില്ല, കേൾക്കലായിരുന്നു. ഇപ്പോൾ എൻ്റെ മുൻപിൽ ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറ ഞാൻ പറയുന്നത് മുഴുവൻ പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ മഹാഭാവം ഇതൊന്നും മനസ്സിലാക്കണില്ല, അതിനത് അറിയില്ല. അത് പിടിച്ചെടുത്ത് നിങ്ങളെ കേൾപ്പിക്കാൻ അതിന് സാധിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഈ ജ്ഞാനം എന്ന് പറയുന്ന പ്രക്രിയ ക്യാമറയുടെ ഉള്ളിൽ നടക്കുന്നില്ല. നിങ്ങളും അതുപോലെ ഒരു സജീവമായ ക്യാമറയായാൽ പോരാന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ജീവനുണ്ട്, ബയോളജിക്കലാണ് എന്ന് മാത്രം അതുപോരാ. നിങ്ങളുടെ ബുദ്ധിതലത്തിൽ ഈ അറിവ് പതിയണം. ആ പതിയുന്നതോടുകൂടി ആ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ ആ ഉദ്ദേശിക്കുന്നത് എന്താ? വാസ്തവത്തിൽ ഒരു നിലയ്ക്ക് പവിത്രത, ഒരു നിലയ്ക്ക് വികാസം, ഒരു നിലയ്ക്ക് ഉന്നമനം,
ഒരു നിലയ്ക്ക് സൂക്ഷ്മത, പിന്നെയോ ഉണ്ടായിത്തീരുന്നതോ ആനന്ദം, സന്തോഷം, തൃപ്തി, അതൊക്കെ. അപ്പം മനസ്സിനാണ് ഈ സന്തോഷം, ആനന്ദം, തൃപ്തി എന്ന് പറയുന്നത്. ബാക്കി വികാസാദികൾ ഞാൻ പറഞ്ഞതൊക്കെ ബുദ്ധിതലത്തിലാണ്. അങ്ങനെ ഈ ബുദ്ധിതലത്തിലും മനസ്തലത്തിലും വേണ്ടത്ര പരിണാമം സദ്യ പെട്ടെന്ന് തന്നെ കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാക്കി തീർക്കുകയാണെങ്കിൽ മാത്രമേ ഇതിനെ ജ്ഞാനം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ജ്ഞാനത്തിന് വലിയ അർത്ഥമാണ്. ഒടിഞ്ഞു കുഴഞ്ഞു തൂങ്ങിക്കിടക്കുന്ന അർജുനൻ എണീക്കാനും വയ്യ, ഗാണ്ഡീവവും കയ്യിൽ നിന്ന് വഴുതിപ്പോയി, ദേഹമാസകലം ചുട്ടുനേറുന്നു, മനസ്സാകെ ചുറ്റിത്തിരിയണു, വട്ടംപാലം ചുറ്റണു, ബുദ്ധി അരുതെന്ന് പറയുന്നു, അഹങ്കാരം തകർന്നു, ഇനി തകരാനൊന്നുമില്ല. അങ്ങനെ എല്ലാ വിധത്തിലും തകർച്ചയിലിരിക്കുന്ന അർജുനൻ വെറുതെ ചെവി അടയ്ക്കാൻ അർജുനന് പറ്റിയില്ല. കൃഷ്ണൻ പറഞ്ഞപ്പോൾ ആ ശബ്ദങ്ങൾ കർണപുടങ്ങളിലൂടെ അകത്ത് പ്രവേശിച്ച് എന്തായി? ആദ്യം ദുഃഖം തുടച്ചു മാറ്റി, ആ ക്ഷീണമൊക്കെ മാറി. എന്നിട്ട് പിന്നെ അർജുനൻ പൃച്ഛകനായി തീർന്നു, ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ സംവാദത്തിൽ പങ്കെടുത്തു എന്നർത്ഥം. സജീവമായി പങ്കെടുത്ത് കൃഷ്ണനോട് പറയുന്നതിൽ തെളിച്ചം പോരാ, സംശയം തോന്നി. 3-ാമത്തെ അധ്യായത്തിൽ തന്നെ കേട്ടിട്ട് പറയുകയാണ്, വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ എന്നാ പറഞ്ഞത്. കൃഷ്ണ, അങ്ങ് പറയുന്നതൊക്കെ ഗംഭീരമാവുന്നുണ്ട്, മഹത്താവുന്നുണ്ട്. പക്ഷേ ഇടകലർത്തി പരസ്പര വിരുദ്ധങ്ങളാണെന്ന് തോന്നും വിധമാണ് അങ്ങ് സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു എന്നാ പറയണത്. വ്യാമിശ്രേണ ഇവ വാക്യേന ബുദ്ധിം മോഹയസി ഇവമേ എന്ന് തീരെ അങ്ങനെ പറയുന്നില്ല. ഭ്രമിപ്പിക്കുന്നതാണോ എന്ന് തോന്നുമാറാണ് അങ്ങയുടെ സംസാരം. അത് കേട്ടിട്ട് എൻ്റെ മനസ്സിന് മോഹം ഉണ്ടാകുന്നത് പോലെ തോന്നുന്നു. ഉറപ്പിച്ച് പറയണില്ല അങ്ങയുടെ വാക്ക് ഭ്രമിപ്പിക്കുന്നതാണെന്നോ എനിക്ക് മോഹമുണ്ടെന്നോ. ഭ്രമിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നത് പോലെയുള്ള വാക്കുകളാൽ എൻ്റെ മനസ്സിന് മോഹം ജനിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് വളരെ സേഫ് ഗാർഡായിട്ടാണ് സംസാരിക്കുന്നത്. നോക്കൂ, അർജുനൻ ആ സങ്കടത്തിൽ പോലും വളരെ മുൻകരുതലോടുകൂടി സംസാരിക്കുന്നു. കുറ്റം പറഞ്ഞില്ല. കൃഷ്ണൻ പറയണ വാക്കുണ്ടല്ലോ, ഇടകലർത്തിയിട്ടാണ് പറയുന്നത്. അതിൽ ശരിയായിട്ടുള്ള ഒരു സാരാംശം ഒരേപോലെ നിൽക്കുന്നില്ല എന്നങ്ങനെ പറയുന്നില്ല. എനിക്ക് കേൾക്കുമ്പോൾ ഒരു മിശ്ര സംവാദമാണെന്നാണ് തോന്നുന്നത് എന്ന് തോന്നലാണ്. പെട്ടെന്ന് ദുഃഖം മാറി ഇങ്ങനെയാണ് ചോദിച്ചത്. ഇവിടെ എന്തിനാ ഞാനിത് പറഞ്ഞത്? നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യത്തെ. ജ്ഞാനം അറിവിന് തുല്യമായി ലോകത്തിൽ പവിത്രമായിട്ടൊന്നുമില്ല. ഈ വാക്കിന് എത്രമാത്രം അർത്ഥം! ഞാനിത് ആദ്യം ഭഗവത്ഗീതയിൽ വായിച്ചപ്പോൾ ആഴ്ചകളോളം, മാസങ്ങളോളം എൻ്റെ മനസ്സിൽ തങ്ങി നിന്ന് കാണുമിത്. ആഹാ, ലോകത്തിൽ ശുദ്ധമാക്കി തീർക്കാനുള്ളത് ജ്ഞാനമാണല്ലേ. ഓഹോ, എന്ത് ജ്ഞാനാപാത്! നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അവിടെ പലതും പഠിച്ചിട്ട് നമുക്ക് ശുദ്ധി വന്നോ എന്നുള്ള കാര്യം സംശയമാണ്. പഠിച്ചത് ശരിയാ, അറിവുണ്ട്. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി അദ്ദേഹം ഉദ്യോഗത്തിന് വെച്ചു, ജോലിയൊക്കെ ചെയ്തു. ഒരു സിവിൽ എഞ്ചിനീയർ ജോലിയൊക്കെ ചെയ്തു. നാളെ ഞാൻ പതിവായി പോകുന്ന ഒരു പട്ടണത്തിൽ അവിടുന്ന് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് സങ്കടം പറയുക, സ്വാമിജി, ഞാൻ എന്ത് പറയാനാ, എൻ്റെ ഭർത്താവ് സിവിൽ എഞ്ചിനീയറാണ്, കോൺട്രാക്റ്റൊക്കെ ഉണ്ട്, ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുന്ന സമയത്ത് കോൺട്രാക്ടർമാരിൽ നിന്ന് അറിയാതെ കുറച്ച് പൈസയൊക്കെ മേടിക്കുന്നുണ്ട്, കിട്ടുന്ന ശമ്പളം പോരാൻ്റെ. ഞാൻ മതി മേടിക്കരുത് എന്ന് പറയുന്നു. എന്നിട്ട് അവസാനം മേടിക്കുന്നുണ്ട്. എന്നിട്ട് ജോലി പോവും എന്നുള്ള നിലവരെ ആയിട്ടുണ്ട്. എന്ത് ഗ്രഹപ്പഴേ അത്! സിവിൽ എഞ്ചിനീയറിംഗിന് ഒരു ഇടപാടുണ്ടോ? സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ ശമ്പളത്തിന് വെച്ചിട്ടുള്ള ആൾ കിമ്പളവും കൂടി മേടിക്കണം എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, സിവിൽ എഞ്ചിനീയറിംഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷേ അത് തൻ്റെ മനസ്സിനെ പവിത്രമാക്കിയിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം. നമ്മൾ പഠിക്കുന്ന വിദ്യ മുഴുവനും മനസ്സിനെ പരിശുദ്ധമാക്കുന്നതാണെന്ന് വിചാരിക്കരുത്. അർജുനൻ എന്ത് പഠിപ്പില്ലാത്തതാ? ശാസ്ത്രങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ കൃഷ്ണനോട് സംസാരിച്ചത്. എന്നാലും അർജുനൻ്റെ മനസ്സിന് ആ മഹാഭാരത യുദ്ധം ചെയ്യത്തക്ക വിധത്തിലുള്ള പവിത്രതയോ അല്ലെങ്കിൽ പ്രബുദ്ധതയോ ഉണ്ടായില്ല. അതിനെന്താ കാരണം? നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. അർജുനൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും പവിത്രമാക്കത്തക്ക വിധത്തിലുള്ള ബ്രഹ്മജ്ഞാനം, ആത്മജ്ഞാനം അർജുനൻ അതുവരെ കേട്ട് ഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ഇത് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പോരായ. നിങ്ങൾ അച്ഛനമ്മമാരാകാം, മുത്തശ്ശിമാരാകാം, കുട്ടികളാകാം, പഠിപ്പുള്ളവരാവാം, പല സ്ഥാനമാനങ്ങളും ഉണ്ടാവാം. പക്ഷേ ചോദ്യം അതല്ല. നിങ്ങളുടെ മനസ്സിലുള്ള ദുർഗുണാംശങ്ങളെ നീക്കിക്കളയാനും
സദ്ഗുണങ്ങളെ നിറയ്ക്കാനും പറ്റിയ തരത്തിലുള്ള ഏതെങ്കിലും അറിവ് നിങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്ന് അത് വായിച്ചോ കേട്ടോ അങ്ങനെ ഇങ്ങോട്ട് മറക്കുകയാണോ ചെയ്തത്? അതോ ഇതിലേതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? എൻ്റെ അടുത്ത് എൻ്റെ ഗുരുദേവ് പറയുണ്ടായി, എന്താ, ഞാനൊരു ചൂലാണെന്ന്. എന്താ, ഞാനൊരു ചൂലാണ്. ചൂലിൻ്റെ സ്വഭാവം എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് ചൂലെടുക്കുക? അടിച്ചു വെടുപ്പാക്കാൻ. അങ്ങനെ അടിച്ചു വെടുപ്പാക്കണം നിങ്ങൾ ധരിച്ചിട്ടുള്ള അറിവ് മുഴുവനും. എവിടെ? നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ജ്ഞാനേന സദൃശം, ജ്ഞാനത്തിന് സദൃശമായി തുല്യമായി ഇഹ ഈ ലോകത്തിൽ പവിത്രം ശുദ്ധീകരിക്കുന്നതായി ന വിദ്യതേഹി ഒന്നും തന്നെ ഇല്ലത്രേ. ഇത് ഞാൻ എത്ര തവണ പറഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക? നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത് സ്വയം യോഗ സംസിദ്ധ കാലേന ആത്മനി വിന്ദതി. ഈ ജ്ഞാനമുണ്ടല്ലോ, തത് സ്വയം, അത് തന്നെത്താനെ, യോഗസംസിദ്ധ കാലേന ആത്മനി വിന്ദതി. ഈ ജ്ഞാനം ഇങ്ങനെ മനനം ചെയ്ത് നമ്മൾ ഉറപ്പിക്കണം. ആ മനനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തായിരിക്കണം ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, മനസ്സ് ശുദ്ധമാവണം, ആശയത്തെളിച്ചമുണ്ടാവണം, ദുർഗുണങ്ങളൊക്കെ പോകണം, സദ്ഗുണങ്ങൾ നാം ഉൾക്കൊള്ളണം. അങ്ങനെ ഒരു ഇരട്ട പ്രക്രിയ. എന്താ ഈ ഇരട്ട പ്രക്രിയ? ഞാൻ ഇംഗ്ലീഷിൽ പറയും, എലിമിനേറ്റിംഗ് ദ അൺഡിസൈറബിൾസ്, ഇൻകോർപ്പറേറ്റിംഗ് ദ ഡിസൈറബിൾസ് എന്ന് പറയും. അനാശാസ്യമായിരിക്കുന്ന എന്തെല്ലാം വ്യക്തി സ്വഭാവങ്ങളോ ലക്ഷണങ്ങളോ ഉണ്ടോ അത് മുഴുവനും നീക്കം ചെയ്ത്, ആശാസ്യമായിരിക്കുന്ന ശുഭമൂല്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഉൾക്കൊള്ളുക. പ്രതിദിനം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ആരടുത്ത് സംസാരിക്കുമ്പോഴും ഏത് പുസ്തകം വായിക്കുമ്പോഴും ശ്രദ്ധയോടുകൂടി ചെയ്യുക. അതിലെന്തെങ്കിലും നല്ലത് കണ്ടാൽ ഉടനെ, പഴയ കാലത്ത് ബ്ലോട്ടിംഗ് പേപ്പർ ഉണ്ട്, മഷി എങ്ങാനും ചിന്തി ചിതറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ പതിച്ചതിങ്ങോട്ട് എടുക്കുന്ന പോലെ നമ്മുടെ മനസ്സെടുക്കണം. എവിടെ കണ്ടു അവിടെ കഴിയണം. ഓ ഇത് തെറ്റാണല്ലേ, തെറ്റാണെന്ന് തോന്നിയാൽ മതി. ആ തോന്നലിൻ്റെ ശക്തിയാൽ ആ തെറ്റ് നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്ന് പോകണം. അതാണ് ശരിയായിട്ടുള്ള വ്യക്തിത്വം, ജ്ഞാനത്തിൻ്റെ സ്വാധീനത. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. ആ ജ്ഞാനം കേട്ടതുകൊണ്ട്, ഒരു തവണ കേട്ടതുകൊണ്ടോ ഒരു തവണ മനനം ചെയ്തതുകൊണ്ടോ അത് മുഴുവനാവില്ല. അതെപ്പോഴാ? യോഗസംസിദ്ധ കാലേന സ്വയം ആത്മനി വിന്ദതി. ഒരു യോഗ സംസിദ്ധി വന്നവനുണ്ടല്ലോ, ആ ആൾക്ക് കാലേന, കാലാന്തരത്തിൽ, സ്വയം തന്നെത്താനെ, ആത്മനി അവനവനിൽ തന്നെ വിന്ദതി കൈവരുന്നു. എന്താ അതിനർത്ഥം? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഓരോന്നും അറിയുന്ന സമയത്ത് ബുദ്ധി അറിയുന്നുണ്ട്. ആ അറിഞ്ഞ വിഷയങ്ങളെ അതേപടിക്ക് മനസ്സിലേക്ക് പകർന്നു കൊടുത്ത്, മനസ്സിലാണ് ഈ നൂലാമാലകൾ മുഴുവനും, അത് ഓരോന്നിങ്ങനെ നീങ്ങി പോകണം. അപ്പം നാം അറിയുന്ന സംഗതി ഒരു ചൂലായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് മനസ്സിനെ അടിച്ചു വെടുപ്പാക്കണം. ഇതാണ് നമുക്ക് ആവശ്യം. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധ കാലേന ആത്മനി വിന്ദതി. ചില സാധകന്മാരൊക്കെ എന്നോട് സംസാരിക്കാറുണ്ട്, ശിഷ്യന്മാരും, സ്വാമിജി ഞങ്ങൾക്ക് അങ്ങോട്ട് ആയില്ലല്ലോ. നിങ്ങൾ ആവാനായിട്ട് എന്ത് ചെയ്തു? ഇല്ല, ഞാൻ സ്വാമിജിയുടെ അടുത്ത് നിന്ന് ദീക്ഷ മേടിച്ചിട്ടുണ്ട്, വല്ലപ്പോഴും ഒക്കെ ധ്യാനിക്കാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ ധ്യാനിക്കാറുണ്ട്. ഈ വല്ലപ്പോഴും ധ്യാനിക്കുക അതോ പ്രതിദിനം ധ്യാനിക്കണോ? പ്രതിദിനം ധ്യാനിച്ച് ആ ധ്യാനിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എപ്പോഴും ആ തത്വവിചാരം മനസ്സിൽ തങ്ങി നിന്നുകൊണ്ട് അനാവശ്യമായ ഒരു വിചാരം നമ്മളിൽ ആളിക്കരുത്. നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ആത്മചിന്തയുണ്ടെങ്കിൽ ആവർത്തിച്ചത് മനസ്സിൽ നിർത്തുമ്പോൾ അനാശാസ്യ ചിന്തകളൊക്കെ അങ്ങോട്ട് പോവും. കുറച്ച് കഴിഞ്ഞാൽ അനാശാസ്യം വരാതെയാവും. ഇപ്പം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താ വിചാരം എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അടുത്ത് ഒക്കെ ഈ വിചാരങ്ങളാണ്. ഞാനിവിടെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പല എഴുത്തുകളും എഴുതും. ഒരു പുസ്തകം എഴുതാനോ ഒരു എഴുത്ത് എഴുതാനോ ഞാൻ ആലോചിക്കാറേ ഇല്ല. എഴുത്ത് അങ്ങോട്ട് വായിക്കാൻ പറയും, ഒന്നിലോ ഞാൻ വായിക്കും, അല്ലെങ്കിൽ കൂടെയുള്ളവരോട് വായിക്കാൻ പറയും. എന്നിട്ട് അങ്ങനെ കേട്ടാൽ കമ്പ്യൂട്ടറിലിരുന്ന് അങ്ങോട്ട് അതിന് മറുപടി എഴുതും. അല്ല, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ എഴുതാത്തിരി വിഷമമുള്ളത് കൊണ്ട് ഡിക്റ്റേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. ഒരാലോചനയും ചെയ്യാറില്ല. പെറുപെറുപെറുന്നിനെ അങ്ങോട്ട് പറയും. എങ്ങനെയാണ് ഈ പെറുപെറുന്നിനെ പറയാൻ പറ്റുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പലരും എന്നോട് ചോദിക്കും, സ്വാമിജി ഇവിടെ പോവും, അവിടെ പോവും, കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോവും, എല്ലായിടത്തും പോവും, വരും, ഇവിടെ ഇരുന്ന് അധ്യാത്മമായിരിക്കുന്ന കാര്യങ്ങൾ എഴുതും പറയുകയും ചെയ്തു. ഇത് രണ്ടും കൂടിയിട്ട് സ്വാമിജി എങ്ങനെയാണ് ചെയ്യണേ എന്ന് ചോദിക്കും. ഞാൻ പറയും, എനിക്ക് രണ്ടില്ല, ഒന്നേ ഉള്ളൂ. രണ്ടുണ്ടെങ്കിലല്ലേ ഉള്ളൂ വിഷമം. ഇവിടെ രണ്ടില്ല. കൺസ്ട്രക്ഷൻ സൈറ്റ് എന്ന് പറഞ്ഞു, അതെന്താ? ഭൂമി. അതിലുപയോഗിക്കുന്ന പദാർത്ഥങ്ങളോ ഭൗമം.
അപ്പോൾ ഭൂമി എൻ്റെ മനസ്സിൽ എൻ്റെ അനുഭവത്തിൽ ഈശ്വരമയമാണ്. ഒരു കെട്ടിടവും ഈശ്വരമയമാണ്. അതിൽ കട്ടിലും എങ്ങനെയാണ്, കോശലിയും എങ്ങനെയാണ്, ഒക്കെ ഇവിടെ അതല്ലാത്തതൊന്നുമില്ല. നോക്കിക്കാണുന്നതോ ഈശ്വരൻ തന്നെ രൂപപ്പെടുത്തിയ കണ്ണും കാതുമൊക്കെയാണ്. അപ്പോൾ അനീശ്വരനായിട്ടൊന്നും ഉണ്ടെന്ന് തോന്നണ്ടേ? പിന്നെ ഞാൻ ഈ എഴുതുന്നതും പറയുന്നതും എൻ്റെ ജീവിതമാണല്ലോ. എൻ്റെ ജീവിതത്തിൽ ഇതല്ലേ ഉള്ളൂ. അപ്പോൾ അതിനെ സംബന്ധിച്ച് എപ്പോഴും പ്രത്യേകമായിട്ട് ആലോചിക്കേണ്ട സഹജമായിട്ടുള്ള ആലോചനയാണ്. എങ്ങനെയാണ് വാൽമീകി മഹർഷി 24,000 ശ്ലോകങ്ങൾ രാമചന്ദ്ര മഹാപ്രഭുവിനെ കുറിച്ച് എഴുതിയത്? വേദവ്യാസ മഹർഷി എങ്ങനെയാണ് 1,25,000 ശ്ലോകങ്ങൾ കുരുവംശത്തിനെ കുറിച്ച് എഴുതിയത്? ഇതൊക്കെ ഉണ്ടാക്കിയത് എവിടുന്ന? ഒരു കെട്ടിടം ഉണ്ടാക്കാൻ പലയിടത്തു നിന്നും സാമഗ്രികൾ മേടിക്കണം, പല പണിക്കാരും വരണം, എന്നിട്ട് പല ദിവസങ്ങൾ പാടുപെട്ടാലേ ഒരു കെട്ടിടം ഉണ്ടാവുള്ളൂ. നമ്മുടെ താജ്മഹൽ ഉണ്ടാക്കാനായി 40 കൊല്ലം എടുത്തു എന്നാണ് പറയുന്നത്. ആ താജ്മഹൽ ഉണ്ടാക്കാനായി സാധനങ്ങൾ കൊണ്ടുവന്നു. എവിടുന്നാന്ന് എനിക്കറിയില്ല, ഉത്തർപ്രദേശിൽ നിന്നോ മറ്റും. സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് ഓരോരുത്തരുടെ തലയിൽ വരിയായി നിന്നപ്പോൾ ആ വരിക്ക് 40 നാഴിക നീളമുണ്ടായിരുന്നു എന്നാണ് പറയണത്. എന്നിട്ട് എത്ര കാലം കഷ്ടപ്പെട്ടിട്ട് ആ കെട്ടിടം ഉണ്ടായത്. പക്ഷേ വേദവ്യാസ മഹർഷി 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം എഴുതിയത് പുറമേ നിന്ന് ഒരൊറ്റ സാധനവും സാമഗ്രിയും എടുത്തിട്ടല്ല, ഒക്കെ മനസ്സിൽ നിന്നാണ് എഴുതിയത്. വിരലിൻ്റെ തുമ്പുകൂടി അല്ലെങ്കിൽ വായുടെ നാവിൻ്റെ തുമ്പുകൂടിയാണ് എഴുതിയത്. നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം ഈ കാര്യം. നമ്മുടെ വ്യക്തിത്വത്തിൽ ക്വാളിറ്റേറ്റീവ് ട്രാൻസ്ഫർമേഷൻ ഷുഡ് ബി ബ്രോട്ട് അബൌട്ട് ബൈ ദ നോളേജ് ഓർ ദ നോയിങ് പ്രോസസ് വിച്ച് യു അണ്ടർഗോ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വായിക്കുക, പഠിക്കുക, കേൾക്കുക, മനസ്സിലാക്കുക, വിചിന്തനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജ്ഞാന പ്രക്രിയയാണ്. നടക്കുന്ന സമയത്ത് ഓരോ കാലും എടുത്തു വച്ചാൽ ദൂരം ഇങ്ങനെ ഉൾപ്പെട്ട് പിന്നിലാക്കി പോകുന്നത് പോലെ ഈ വിചിന്തനം നടത്തുന്തോറും നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും മാറ്റം വരണം. ആ മാറ്റം വരുത്തുന്നതാണ് ഈ ജ്ഞാനപ്രക്രിയ. ജ്ഞാനപ്രക്രിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോന്ന് വിചാരിക്കരുത്. ശരീരം കൊണ്ട് ശാരീരികമായി പ്രവർത്തിക്കുന്നു, നാവ് കൊണ്ട് വാചികമായി സംസാരിക്കുന്നു, മനസ്സുകൊണ്ട് മനനം ചെയ്യുന്നു, ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നു. ബുദ്ധിക്ക് ചെയ്യാവുന്നത് ആലോചനയാണ്. ആ ആലോചന എന്ന് പറയുന്ന പ്രക്രിയ കയ്യും കാലും ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തി പോലെ തന്നെയാണ്. ഇത് ഭൗമമാണ്, ഭൗതികമാണ്, ഗ്രോസ് സ്ഥൂലമാണ്. മറ്റത് സൂക്ഷ്മമാണ്, ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ്. അതിൽ ദൂരം കവർ ചെയ്യലില്ല. പക്ഷേ പരിണാമങ്ങൾ ഓരോ വാക്കിനും നമ്മുടെ മനസ്സിലുണ്ടാകണം. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധ. വലിയ അർത്ഥമാണ് ആ വാക്കിന്, യോഗസംസിദ്ധ. ഈ യോഗം എന്ന് പറയുന്നത് എന്താ? ഇന്നിപ്പോൾ എല്ലാവരും എന്നോട് പറയും, ഞാൻ എന്താ ചെയ്യണേ? ഞാൻ യോഗ ചെയ്യണു. യോഗമെന്നും കൂടി പറയില്ല, ആ മലയാളവും കൂടി വിട്ടുകളഞ്ഞു. ഞാൻ യോഗ ചെയ്യുക. ഇതെവിടെയാണോ ഈ യോഗ? അത് ഇംഗ്ലീഷ് വാക്കാം, അത് മലയാളത്തിൽ കൊണ്ടുവന്നു. യോഗം എന്ന് പറഞ്ഞൂടെ? ഞാൻ എന്താ ഈ യോഗം ചെയ്യൽ? ആസനങ്ങൾ എടുക്കുക, പ്രാണായാമം എടുക്കുക. അതെങ്ങനെയാണ് യോഗ ആവുക? യോഗം എന്നുള്ള വാക്കിന് കൂടിച്ചേരൽ എന്നാണ് അർത്ഥം. യുജ്യതേ അനേന ഇതി യോഗ. ഏതാണോ നമ്മുടെ മനസ്സിനെ യോജിപ്പിക്കുക. മനസ്സിനെ എവിടെയാണ് യോജിപ്പിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മനസ്സിനെ മനസ്സാക്ഷിയോടുകൂടി യോജിപ്പിക്കുക. നമ്മുടെ ചിന്തകളെ ചിന്തകനോടുകൂടി യോജിപ്പിക്കുക. ചിന്തിക്കുന്ന പ്രക്രിയയെ ചിന്തകനിൽ അലിയിപ്പിക്കുക. അതാണ് യോഗം എന്ന് പറയുന്നത്. ആ യോഗസംസിദ്ധ, ഈ ജ്ഞാനം, ആത്മജ്ഞാനം എന്ന് പറയുന്നത് വേണ്ടതുപോലെ നാം പിന്തുടരുന്ന പക്ഷം എന്ത് സംഭവിക്കുന്നു? 2 എന്നൊന്നില്ലാതെയായി തീരും. ആദ്യമായിട്ട് ഈ ഇല്ലാതെയാവല് നമ്മുടെ മനസ്സിലാണ്. അപ്പം മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന ചിന്തകളുണ്ടല്ലോ, വിചാരങ്ങൾ. ആ വിചാരം ചെയ്യുന്നവൻ വിചാരി അല്ലെങ്കിൽ വിചാരവാൻ അവനിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് തോന്നിത്തുടങ്ങും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നമ്മൾ ഓരോ ചിന്ത ഇങ്ങനെ പുറപ്പെടുന്നുണ്ടല്ലോ. അത് പുറപ്പെടുമ്പോൾ ഓരോ കാലെടുത്ത് വയ്ക്കുന്നത് പോലെ ഭൂമിയിൽ കവർ ചെയ്ത് പോവുകയാണോ? അല്ല. ചിന്ത എവിടുന്നോ പുറപ്പെടുന്നു, ചിന്തകനിൽ നിന്ന്. ആ പുറപ്പെട്ട ചിന്ത അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. ആ ചിന്ത ഇങ്ങനെ പുറപ്പെടുന്നു എന്ന് നാം പറഞ്ഞാലും പുറപ്പെട്ട ചിന്ത അടുത്ത ചിന്ത വരുന്നതോടുകൂടി അസ്തമിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ദൂരം ഉള്ളടങ്ങാതെ, ഒരു സമയം ഉള്ളടങ്ങാതെ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ അത് ഞാൻ പറയുന്നത്? ഇവിടെ ഒരു ദൂരം ഇല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ, സമയവും അവിടെ ഇല്ല. അപ്പോൾ ദൂരവും സമയവും ഇല്ലാതെ ഒരു ചിന്ത പുറപ്പെട്ടു. ആ പുറപ്പെട്ടത് അതേ പ്രകാരം അവിടെ അലിഞ്ഞു ചേർന്നു എന്ന് വരുമ്പോൾ എന്തായി? ചിന്ത ചിന്തകനോടുകൂടി ചേരുകയാണ്. ആ ചിന്തകളെ മുഴുവനും
ചിന്തകനിൽ ചേർത്ത് ചിന്ത എന്നൊന്ന് വേറെ ഇല്ലാതെയായിത്തീരുന്ന ഒരു അനുഭവവിശേഷമാണ് യോഗം. എന്തു പറയണു? യോഗം എന്ന് പറയുന്നതിന് ആന്തരതലത്തിലേ പ്രസക്തിയുള്ളൂ, പുറത്തില്ല. ഇപ്പം ഞാനൊരു ആസനം എടുത്തു. ആസനം എടുക്കുന്ന സമയത്ത് ഏത് അവയവമാണ് ഇനി ഒന്നോടുകൂടി യോജിക്കുന്നത്? ഓരോ അവയവവും അതേപോലെ ഇരിക്കുക തന്നെയാണ്. അതിനൊരു പ്രത്യേക ഒരു പോസ്, ഒരു സമ്പ്രദായം നമ്മൾ കൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ശീർഷാസനം എന്ന് പറഞ്ഞാൽ തലയിൽ നിൽക്കുക, കാലിൽ നിൽക്കുന്നതിന് പകരം. ധനുരാസനം എന്ന് പറയുന്ന സമയത്തോ വയറ്റിൽ നിൽക്കുക. ചക്രാസനം എന്ന് പറയുമ്പോഴോ വേറൊരു തരത്തിൽ. അങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഒരു പോസ് കൊടുക്കുന്നതല്ലാതെ അവിടെ ഒരു യോഗം എന്നൊന്നും നടക്കുന്നില്ല. യോഗത്തിന് സാധ്യത ആന്തരതലത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സിനെ മനസ്സാക്ഷിയോടുകൂടി യോജിപ്പിക്കാം. നമ്മുടെ വിചാരം ചെയ്യുന്നവനോടുകൂടി യോജിപ്പിക്കാം. സുഖദുഃഖങ്ങൾ ജനിപ്പിക്കുന്ന മനോതലത്തിൽ രണ്ടിനെയും ഒന്നാക്കി തീർത്ത് യോജിപ്പിക്കാം. പിന്നെയോ കുറച്ചും കൂടി കടന്നാലോ ജ്ഞാനം, ജ്ഞേയം, ജ്ഞാത എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ, ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയേണ്ടത്. ആ അറിയേണ്ടതിനെ അറിയുമ്പോൾ അതിന് ജ്ഞാനം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ജ്ഞാത ഒന്നുണ്ട്, ജ്ഞേയം എന്ന് വേറെ ഒന്നുണ്ട്. ജ്ഞാതാവിൽ നിന്ന് ഭിന്നമായ ഒരു ജ്ഞേയമില്ല, ആ ജ്ഞാതാവിൽ നിന്ന് ഭിന്നമായിട്ടൊരു ജ്ഞാനവുമില്ല. ഇത് മൂന്നും വാസ്തവത്തിൽ ഒരു തോന്നലാണ്, ത്രിപുടിയാണ്, വാസ്തവത്തിൽ ഒന്നാണ്. ഇങ്ങനെ മനസ്സിലാക്കുന്നതാണ് ശരിയായിട്ടുള്ള ഉണർവ്. ആ യോഗസംസിദ്ധ കാലേന ആത്മനിവിന്ദതി. കുറേ കാലം ഇങ്ങനെ യോഗസാധന ചെയ്താൽ അവനവൻ്റെ ഉള്ളിൽ തന്നെത്താനെ ഉദിക്കുന്നതാണ് ഈ ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം, ഈശ്വരാനുഭവം എന്ന് പറയുന്നത്. അവനവൻ്റെ ഉള്ളിലാണത് ഉദിക്കുന്നത്, പുറത്തല്ല. അതിനുള്ള പ്രക്രിയ നടക്കുന്നതോ അതും ഉള്ളിലാണ്. ആ പ്രക്രിയയുടെ പേരാണ് ഈ ജ്ഞാനസാധന എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സെന്ത്, നമ്മുടെ ബുദ്ധി എന്ത്, നമ്മുടെ അഹങ്കാരം എന്ത്, ഇതെല്ലാം മൂന്ന് വിഭിന്നമായ പദാർത്ഥങ്ങളാണോ? അങ്ങനെ മൂന്ന് പദാർത്ഥങ്ങൾക്ക് ഉള്ളിൽ സ്ഥാനമുണ്ടോ? കയ്യ്, കാല് എന്നൊക്കെ പറയുന്നത് ഓരോ സ്ഥലത്തുള്ള ഓരോരോ അവയവമാണ്. ഉള്ളിൽ അങ്ങനെ സ്ഥലവ്യത്യാസങ്ങളുണ്ടോ? ഇല്ല. ഭൗതിക മേഖലയിലെ സ്ഥലങ്ങളും വ്യത്യാസങ്ങളും ഉള്ളൂ. സൂക്ഷ്മ മേഖലയിൽ, ആന്തരമേഖലയിൽ അങ്ങനെ ഇല്ല എന്ന് മനസ്സിലാക്കി എല്ലാ വ്യത്യാസങ്ങളും അസ്തമിച്ചു പോയി ഒന്നേ ഒന്ന് എന്ന് അനുഭവം വരുന്നതാണ് ഈ ശരിയായ ജ്ഞാനം. അത് നമ്മുടെ ഉള്ളിലാണ് ഉദിക്കുക. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധ കാലേന ആത്മനി വിന്ദതി. ഞാനിത് എന്തിനാ പറഞ്ഞത്? തപസ്തീർത്ഥം ജപോദാനം പവിത്രാണി ഇതരാണി ച നാലം കുർവന്തി താം സിദ്ധിം യാ ജ്ഞാനകലയാ കൃത. ഈ ജ്ഞാനം എന്ന് പറയുന്ന കലയുണ്ടല്ലോ, ആ കല കൊണ്ട് നമ്മൾക്ക് കൈവരിക്കാവുന്നതായ ആ സിദ്ധി ഉണ്ടല്ലോ, ആ സിദ്ധി ബാക്കി ഒരനുഷ്ഠാനം കൊണ്ടും കിട്ടില്ല എന്ന്. അപ്പോൾ ബാക്കി എല്ലാ അനുഷ്ഠാനങ്ങളെയും നാം എത്ര മതിപ്പോട് കൂടിയിട്ടാണ് തീർത്ഥാടനം, അഗ്നികർമ്മ ക്രിയകൾ, പല വിധത്തിലുള്ള നമസ്കാരം, പൂജ, സ്തുതി, ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ വലിയ മതിപ്പോടുകൂടി വലിയ വില കൽപ്പിച്ച ഇവിടെ കൃഷ്ണൻ പറയണത് അതിനൊന്നിനും ഈ ജ്ഞാനകല ഉണ്ടാക്കി തീർക്കുന്ന ആ വിശേഷം അതിന് നൽകാൻ പറ്റില്ല എന്ന്. ആ ജ്ഞാനത്തിനെ വിവരിക്കുമ്പോഴാണ് ഞാൻ ഇത്ര പറഞ്ഞത്. ഈ ജ്ഞാനാഭ്യാസമുണ്ടല്ലോ, ജ്ഞാനം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഈ ജ്ഞാനം ഈ തത്വങ്ങളെയോ മൂല്യങ്ങളെയോ സിദ്ധാന്തങ്ങളെയോ അല്ല, പരമാർത്ഥത്തെയോ കുറിച്ചുള്ള വിവരണം ഏതെങ്കിലും ഒരു തരത്തിൽ, ഒന്നിലോ എഴുത്തു മൂലം, അക്ഷരങ്ങൾ മൂലം, അല്ലെങ്കിൽ ശബ്ദം മൂലം നാം അത് കാണാനോ കേൾക്കാനോ ഇടവരുന്നതാണല്ലോ ഈ ജ്ഞാനം. അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഈ പരമാർത്ഥത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്, വിവരണമാണ്. അപ്പോൾ ഈ പരമാർത്ഥം എന്ന് പറയുന്നത് അനന്തമാണ്, അനന്തം. അപ്പോൾ ആ അനന്തതയെക്കുറിച്ചുള്ള ഏത് അറിവും പൂർണ്ണം എന്നിങ്ങനെ പറയാതെ ഒരു നിലയ്ക്ക് ഒരു കല എന്ന് പറഞ്ഞാൽ അംശം എന്നൊരർത്ഥമുണ്ട്. ഇപ്പോൾ ചന്ദ്രൻ്റെ കല എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ആ അംശം, അതുപോലെ ഈ ജ്ഞാനത്തിൻ്റെ ഒരു ചെറിയ കണിക പോലും, കണിക എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും അതുകൊണ്ട് വരുത്തി തീർക്കുന്ന സിദ്ധി മറ്റു ഒരനുഷ്ഠാനങ്ങൾ കൊണ്ടും വരുത്തി തീർക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം അത്ര വിശേഷപ്പെട്ടതാണ്. ഞാൻ സാധാരണ പറയും, ഏതൊരാളും ഗ്രഹിക്കാനുള്ളത് അറിവിന് മാത്രം അവസാനമില്ല. നമ്മൾ എത്രത്തോളം അറിഞ്ഞോ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഇനി അറിയാനുള്ളത്.
അതാണ് നമ്മുടെ ശാസ്ത്രത്തിൽ ഒരു ആപ്തവാക്യമുണ്ട്. എന്താണത്? അനന്തശാസ്ത്രം ഖലു വേദിതവ്യം സ്വൽപശ്ച കാലോ ബഹവശ്ച വിഘ്നാഃ യത് സാരഭൂതം തദുപാസിതവ്യം ഹംസൈർയഥാ ക്ഷീരമിവാംബുമിശ്രം. ശാസ്ത്രങ്ങൾ നമുക്ക് അനന്തമാണ്, ബഹുവേദിതവ്യം, അറിയാനുള്ളതോ വളരെയധികമുണ്ട്. അപ്പോൾ ഇത് നോക്കി മുഴുവനാക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. 18 പുരാണം, 18 ഉപപുരാണം, ഇതിഹാസങ്ങൾ 2, വേദങ്ങൾ 4, വേദാന്തം ഉപനിഷത്ത് 140 എണ്ണം, ഇങ്ങനെ പല വിധത്തിലുള്ള സൂത്രഗ്രന്ഥങ്ങളുണ്ട്, പല ഗ്രന്ഥങ്ങളുമുണ്ട്. ഇത് മുഴുവനും നോക്കി മുഴുവനാക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമാണോ? അല്ല. നമ്മുടെ ജീവിതകാലമോ വളരെ കുറവ്. അതിൽ ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലേ ആരും നടത്താറില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുക്കം. ബഹവശ്ച വിഘ്നാഃ, അനവധി വിഘ്നങ്ങളും ഉണ്ട്, വിചാരിച്ച പോലെ നടക്കില്ല. അപ്പം പിന്നെ എന്താ വഴി? യത് സാരഭൂതം തദുപാസിതവ്യം, അതിൽ സാരാംശമായിട്ടുള്ളത് എന്തോ അത് കണ്ടുപിടിച്ച് അത് ഉപാസിക്കുക. ഏതുപോലെ? അരയന്നങ്ങൾ പാലും വെള്ളവും കൂടി കൊടുത്താൽ വെള്ളത്തിന് നീക്കി പാല് മാത്രം കുടിക്കുന്നത് മാതിരി സാരാംശം അഭ്യസിക്കുക. അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്നത് അനന്തവും അതിവിപുലവുമാണ്. അതിൻ്റെ ഒരു ചെറിയ അംശമായാൽ പോലും നമുക്ക് വളരെയധികം സിദ്ധി നൽകുന്നതാണ്. തസ്മാജ്ഞാനേന സഹിതം ജ്ഞാത്വാ സ്വാത്മാനമുദ്ധവ ജ്ഞാനവിജ്ഞാനസമ്പന്നോ ഭജമാം ഭക്തിഭാവിതഃ. തസ്മാത്, അതുകൊണ്ട് എന്താ? ഈ ജ്ഞാനത്തിൻ്റെ മഹിമ ഇത്രയധികം ഉള്ളതിനാൽ ജ്ഞാനേന സഹിതം ജ്ഞാത്വാ സ്വാത്മാനമുദ്ധവ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ജ്ഞാനേന സഹിതം ജ്ഞാത്വാ സ്വാത്മാനമുദ്ധവ. ഞാൻ ഈ പറഞ്ഞു തരുന്ന അറിവുണ്ടല്ലോ, ആ അറിവോടുകൂടി ചേർന്ന് സ്വാത്മാനം ജ്ഞാത്വ, ഞാൻ ഈ പറയുന്നത് മുഴുവൻ കൃഷ്ണനാണ് പറയുന്നത്, കേൾക്കുന്നത് ഉദ്ധവനാണ്. ഈ പറയുന്നത് എന്തിനെ ചൊല്ലിയ? എല്ലാവരിലുമുള്ള ആത്മാവിനെ ചൊല്ലി. പറയുന്നത് ആരോ ആവട്ടെ, കേൾക്കുന്നത് ആരോ ആവട്ടെ, ഒരേ വസ്തുവിൻ്റെ വിവരണമാണ് ഈ നൽകുന്നത് മുഴുവൻ. അപ്പോൾ ജ്ഞാത്വ സ്വാത്മാനമുദ്ധവ, ഉദ്ധവ സ്വാത്മാനം ജ്ഞാത്വ, തൻ്റെ തന്നെ അന്തരാത്മാവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കി ജ്ഞാനവിജ്ഞാന സമ്പന്നോ, ആ മനസ്സിലാക്കി ആ ജ്ഞാനസമ്പന്നനാവുമ്പോൾ ജ്ഞാന വിജ്ഞാനസമ്പന്ന, ജ്ഞാനം വിജ്ഞാനമായി പരിണമിച്ച് അതിനാൽ സമ്പന്നത കൈവന്ന് ഭജമാം ഭക്തിഭാവിതഃ, എന്നെ ഭക്തിഭാവിതഃ ഭജ. അപ്പം ഈ ജ്ഞാനമില്ലാതെ ഈ ഭക്തി പൂർണ്ണമാവാൻ പോകുന്നില്ല. അത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. അതിനാണ് ഒരു ഭക്തിഗ്രന്ഥം, ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് ശ്രീമദ് ഭാഗവതവും മറ്റു പുരാണ ഇതിഹാസങ്ങളും എഴുതിയിട്ടുള്ളത്. ജ്ഞാനവിജ്ഞാന സമ്പന്നോ ഭജമാം ഭക്തിഭാവിതഃ. അപ്പോൾ ഈ ഭാഗവതം എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് വായിക്കുക എന്ന് പറഞ്ഞാൽ ഭക്തി വളർത്തുക എന്നാണ് അർത്ഥം. ആ ഭക്തി വളരണമെങ്കിൽ എവിടെയാണ് ഈ ഭക്തി വളരുക? നമ്മുടെ ഉള്ളിൽ. ആ ഉള്ളിൽ പെട്ടെന്ന് അങ്ങോട്ട് വളരുമോ? വളരില്ല. അതിന് പല തടസ്സങ്ങളും ഉണ്ട്. ആരാ ഈ തടസ്സങ്ങൾ രചിക്കുന്നത്? നമ്മുടെ മനസ്സ് തന്നെ, നമ്മുടെ ബുദ്ധി തന്നെ. ബുദ്ധിക്ക് സംശയം, നീരസം, മനസ്സിലോ പല വിധത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ, ഇതെല്ലാം ഇതിന് തടസ്സമാണ്. അത് മുഴുവനും മാറിക്കിട്ടണം. യഥൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ഇതൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി ഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ആ ജ്ഞാനത്തിനെ പറ്റി പറയുകയാണ്. എങ്ങനെയാണ് ഈ ജ്ഞാനം ഒരുവനിൽ പ്രവർത്തിക്കുന്നത്? യഥൈധാംസി സമിദ്ധോഗ്നി, സമിദ്ധമായിരിക്കുന്ന അഗ്നി, കത്തിജ്വലിക്കുന്ന അഗ്നി, ഒരു തീപ്പൊരി പോലെയുള്ളതാണ്. ഹോമകുണ്ടത്തിൽ ആദ്യമായിട്ട് അഗ്നി കൊണ്ട് കൊടുക്കുമ്പോൾ കനലാണ് കൊണ്ടുവരിക. ആ തീക്കനലിൽ നിന്ന് അഗ്നി അങ്ങോട്ട് ജ്വലിച്ച് സമിദ്ധമായി തീരുമ്പോൾ അതിങ്ങനെ 6-7 നാക്കുകളോടുകൂടി നക്കിയെടുക്കാൻ തയ്യാറായി ഇങ്ങനെ കത്തിജ്വലിക്കുന്ന സമയത്ത് എത്ര വിറകോ അല്ലെങ്കിൽ ദഹിക്കാനുള്ള പദാർത്ഥങ്ങളോ ഉണ്ടോ അത് മുഴുവനും ഭസ്മസാത് കുരുതേ അർജുന. അർജുന, എങ്ങനെയാണോ ഭസ്മമാക്കി തീർക്കുന്നത് അത്, അതേമാതിരി ജ്ഞാനാഗ്നി, ജ്ഞാനം എന്ന് പറയുന്നത് അഗ്നി പോലെ എന്ന് പറഞ്ഞാൽ അതിന് ചുടുന്ന അർത്ഥമല്ല, ചുടുന്നില്ല. ജ്ഞാനാഗ്നി സർവകർമാണി, എല്ലാ കർമ്മങ്ങളെയും, നാം ചെയ്യുന്ന പ്രവൃത്തികൾ ബഹുമുഖങ്ങളാണ്. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ വ്യക്തിഗതമായ പ്രവൃത്തികൾ, കുടുംബീയമായ പ്രവൃത്തികൾ, സമൂഹം സമാജീയമായ പ്രവൃത്തികൾ, ബാക്കി പല പ്രവൃത്തികളും നമുക്കുണ്ട്. ഈ പ്രവൃത്തികളുടെ ഫലങ്ങളെ എല്ലാറ്റിനെയും ഭസ്മസാത് കുരുതേ തഥാ
എല്ലാറ്റിനെയും ദഹിപ്പിച്ച് ഇല്ലാതെയാക്കി തീർക്കുന്നു. പാപപുണ്യ ഫലങ്ങൾ ഉണ്ടാവില്ല ഈ ജ്ഞാനം കത്തിജ്വലിക്കുന്ന മനസ്സിൽ, ജ്ഞാനം കത്തിജ്വലിക്കുന്ന ബുദ്ധിയിൽ. യഥൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ഇത് ഗീതയിലെ 4-ാം അധ്യായത്തിലെ ശ്ലോകമാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭക്തിയെ വേണ്ടതുപോലെ വളർത്തി പരിഷ്കരിച്ച് പവിത്രമാക്കി സമ്പന്നമാക്കി ധന്യമാക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് അറിവ്, ജ്ഞാനം, വിവേകം ഒഴിച്ചുകൂടാത്തതാണ്. എത്രത്തോളം നിങ്ങൾ ശാസ്ത്രം വായിക്കുന്നുവോ കേൾക്കുന്നുവോ ആ ശാസ്ത്രസത്യങ്ങൾ ഗ്രഹിക്കുന്നുവോ അത്രയ്ക്ക് മനസ്സിൽ മാറ്റം 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 പവിത്രത വന്നുകൊണ്ടിരിക്കും. ഈ ഭഗവാനെ പറ്റി പറയുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഗ്രഹിക്കണം എന്ത്? ഈശ്വരൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത് സാർവത്രികമായ സാർവജനീനമായ ഒരു സാന്നിധ്യത്തെയും മഹിമയെയുമാണ്. അങ്ങനെ സാർവത്രികമാവണമെങ്കിൽ പുറത്തും അകത്തും ഒരുപോലെ ഉണ്ടാവണം. നമ്മുടെ വേദമന്ത്രങ്ങളിലൊക്കെ പറയും സബാഹ്യാഭ്യന്തരശുചി. ബാഹ്യം എന്നതുപോലെ ആന്തരം ഉള്ളിലും ഒരേപോലെ പ്രകാശിക്കുന്നതാണ്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹം എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കാൻ ചെല്ലണ്ട. സബാഹ്യാഭ്യന്തര, പുറത്തുള്ളതുപോലെ അകത്തുമുണ്ട്. അകത്തുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം സമീപിക്കാൻ എവിടെയാ? അവനവൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്ത് നോക്കരുത്, അകത്താണ് നോക്കേണ്ടത്. ബാഹ്യാഭ്യന്തരത്വം അത് നല്ല പോലെ മനസ്സിലാവുമ്പോഴാണ് തൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം അലിഞ്ഞങ്ങോട്ട് പോകും. സാർവത്രികമാണ് ഈശ്വര സാന്നിധ്യം, ആന്തരവുമാണ് ബാഹ്യവുമാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ അധിവസിക്കുന്നതാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ആ താൻ എന്ന് പറയുന്ന വ്യക്തിത്വം അലിഞ്ഞുപോയി ഭഗവത്വം നമ്മുടെ മനസ്സിൽ ഉദിക്കും. ഈശ്വരൻ്റെ അംശമാണ് ജീവൻ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ തീയുടെ അംശമാണ് തീപ്പൊരി. ആ തീപ്പൊരിയിൽ തീക്കുള്ള ഗുണങ്ങൾ മുഴുവനും ഉണ്ട്. എന്താ? ചൂടും പ്രകാശവും. അതേപോലെ നമ്മുടെ ജീവന് ഈശ്വരനുള്ളതായ എന്ത് ഗുണമുണ്ടോ അത് നമ്മളിലുമുണ്ട്. ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവനും സച്ചിദാനന്ദ സ്വരൂപിയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇനി ഭഗവാനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ? ഭഗവാൻ പിന്നെ കൂടെ വേറെ ഒന്നുമില്ല. ഭഗവാൻ പ്ലസ് എന്നൊരു ചോദ്യം അവിടെ ഇല്ല. ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതുമാതിരി ഭഗവാൻ മൈനസും ഇല്ല. ഭഗവാൻ എന്ന് പറഞ്ഞ് പിന്നെ രണ്ടാമതൊന്നും പറയരുത്. ന പ്രത്യഗ് ബ്രഹ്മണോർഭേദം കദാപി ബ്രഹ്മസർഗയോ പ്രജ്ഞയായോ വിജാനാധി സജീവൻ മുക്തലക്ഷണ. ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ പറയുന്നതാണ്. എന്താ പറയുന്നത്? ന പ്രത്യഗ് ബ്രഹ്മണോർഭേദം. പ്രത്യക് എന്ന് പറഞ്ഞാൽ അന്തരാത്മാവ്, നമ്മുടെ ഉള്ളിലുള്ള ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതായ ആ സാന്നിധ്യമുണ്ടല്ലോ, പൊരുള്, അതാണ് പ്രത്യഗാത്മ. ബ്രഹ്മം എന്ന് പറയുമ്പോഴോ സർവ്വവ്യാപകമായിരിക്കുന്ന സത്താവിശേഷം. ഇത് രണ്ടും തമ്മിൽ കട്ടുകട വ്യത്യാസമില്ല എന്ന്, യാതൊരു വ്യത്യാസവുമില്ല. അതുപോലെ ബ്രഹ്മവും ലോകവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് അവനവൻ്റെ ബുദ്ധിവിശേഷം കൊണ്ട് അവനവൻ്റെ സൂക്ഷ്മമായിരിക്കുന്ന വിവേകം കൊണ്ട് ആര് മനസ്സിലാക്കുന്നുവോ ആ മനുഷ്യൻ, ആ ആൾ ജീവൻ മുക്തനാണെന്ന്. അപ്പം ഭഗവാൻ പ്ലസ് ഇല്ല, ഭഗവാൻ മൈനസും ഇല്ല. ഭഗവാനെ ഒഴിച്ചു നിർത്തി ഒരു അസ്തിത്വം ഇവിടെ ഉണ്ടാവില്ല. ഇനി ഭഗവാനിൽ കവിഞ്ഞതോ അന്യമോ ആയി ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഉള്ളതെല്ലാം ഭഗവാൻ. സർവം വിഷ്ണുമയം ജഗത് സർവം ഖൽവിദം ബ്രഹ്മ. ഇത് നല്ല പോലെ മനസ്സിലാക്കണം. ഗീതയിൽ പലതും പറഞ്ഞ് 17 അധ്യായങ്ങളിൽ പലതും 18ലും ഗ്രഹിപ്പിച്ചതിന് ശേഷം അവസാനം അർജുനൻ മൂളണില്ല, അങ്ങോട്ട് തല കുലുക്കണില്ല. അപ്പോഴാണ് കൃഷ്ണൻ പറയണത് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്ന്. ധർമ്മം എന്നുള്ള പേരിൽ പല തരത്തിലുള്ള വാക്യങ്ങളുമുണ്ട്. എത്രയാ? പലതും ഉണ്ട് ധർമ്മവാക്യങ്ങൾ. അങ്ങനെ പല വിധത്തിൽ ശിഥിലമായി നീ ചിന്തിക്കേണ്ട. എല്ലാ ധർമ്മം, ആ ബഹുത്വം, അനേകം എന്നുള്ള ഭാവത്തിനെ അങ്ങോട്ട് വിടൂ. എല്ലാം കൂടി ഒന്ന് എന്നുള്ളത് മുറുകി പിടിക്കൂ. സർവധർമാൻ പരിത്യജ്യ എന്ന് പറഞ്ഞാൽ
സർവം എന്നുള്ള ചിന്ത വിട്ട് മാം ഏകം ശരണം വ്രജ, ഒന്ന് എന്നുള്ള ചിന്ത ഉറപ്പിച്ച് അതിലങ്ങോട്ട് ഉറച്ചു നിൽക്കൂ. അങ്ങനെ വന്നാലോ നിന്റെ പാപബുദ്ധി മുഴുവനും പോവും. എല്ലാം ഒന്നായാൽ എന്തിനു വേണ്ടി, എന്തിനു വേണ്ടി, എങ്ങനെ പാപം ചെയ്യും? എല്ലാം കൂടി ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ പാപത്തിനോ പുണ്യത്തിനോ അവിടെ സ്ഥാനമില്ലാതെയായിത്തീരും. അനേകത്വം ഉപേക്ഷിച്ച് ഏകത്വത്തിൽ ഉറച്ചു നിൽക്കണം. ഇതുവരെയാണ് ജ്ഞാനം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടേ? ഗ്രന്ഥമഭ്യസ്യ മേധാവി ജ്ഞാനവിജ്ഞാന തത്പരഃ പലാലമിവ ധാന്യാർത്ഥി ത്യജേത് ഗ്രന്ഥം അശേഷതഃ. നമ്മുടെ ഉപനിഷത്ത് പറയുന്നതാ. ഗ്രന്ഥമഭ്യസ്യ മേധാവി, നിങ്ങൾക്ക് മേധയുണ്ടോ, ബുദ്ധിയുണ്ടോ? കാര്യങ്ങൾ നോക്കി ഗ്രഹിച്ച് അത് വേണ്ടതുപോലെ പേർത്തെടുക്കാൻ അറിയോ? ആ മേധാവിയാണെങ്കിൽ എന്തു വേണം? ജ്ഞാനവിജ്ഞാന തത്പരഃ. ശാസ്ത്രങ്ങൾ നൽകുന്ന ജ്ഞാനം വായിച്ചും കേട്ടും ഗ്രഹിച്ചും മനസ്സിലാക്കി അതിനെ വിജ്ഞാനമാക്കി മാക്കാൻ വേണ്ടിയുള്ള സാധനയിൽ പ്രവേശിച്ച് പലാലമിവധാന്യാർത്ഥി. പിന്നെ ഗ്രന്ഥത്തിൻ്റെ പിന്നാലെ പോകരുത്. എന്തു ചെയ്യുന്നു നമ്മൾ? നെല്ല് വിത്തായിട്ട് വിതച്ചു, അത് മുളച്ചു പൊന്തി ശുശ്രൂഷിച്ചു, വലുതായി, അത് നെൽക്കതിര് പുറത്തു വന്നു, അത് മൂത്തു, അവസാനം കൊയ്തു, കറ്റയൊക്കെ ആയി കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ചവിട്ടി ആ വയ്ക്കോലൊക്കെ മാറ്റി. അതിനുശേഷം ആ നെല്ല് ഉമിയോട് കൂടിയ നെല്ലെടുത്തു, അത് കാറ്റത്തിട്ട് അതും എടുപ്പാക്കി, അവസാനം കൊയ്തിട്ട് ഉമിയും നീക്കി. ഇപ്പം നീക്കിയതോ കൂടുതൽ, എടുത്തതോ കൂടുതൽ? ഒരു പടി സാധനം നീക്കുക ചെയ്തത്, എടുത്തതോ ഓരോ മണി. കറ്റ ചിരുട്ടായിട്ട് കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ നീക്കി. ഫലാലമിവ ധാന്യാർത്ഥി ത്യജേത് ഗ്രന്ഥം അശേഷതഃ. ധാന്യം വേണമെന്നുള്ളവൻ അതിൻ്റെ ഉമി വരെ കളയും, തവിടും കൂടി കളയും, എന്നിട്ട് ആ മണി മാത്രമേ എടുക്കുള്ളൂ. അതുപോലെ ഗ്രന്ഥങ്ങളെ മുഴുവനും വിട്ടേക്കണം. പിന്നെ അതിൽ പിന്നാലെ പുറത്ത് വെച്ച് കെട്ടി നടക്കൊന്നും വേണ്ട. ചിലർക്കൊക്കെ എന്താ വിചാരം? ഗ്രന്ഥം പഠിക്കാനുള്ളതാണ്. പഠിപ്പ് എവിടെയാ? മനസ്സിലാണ്. അപ്പം നമ്മുടെ മനസ്സിലുള്ള ഗ്രഹണത്തെ വിട്ടൊരു ഗ്രന്ഥമൊന്നുമില്ല, അവിടെ ഇല്ല. ഗ്രന്ഥം കിട്ടിയാൽ വായിക്കൂ, വായിച്ചാൽ ചിന്തിക്കൂ, ചിന്തിച്ചാൽ മനസ്സിലാക്കൂ, മനസ്സിലാക്കി കഴിഞ്ഞാലോ ഗ്രന്ഥത്തിനെ പുറത്തേക്ക് വിട്ടേക്കും. അത് ഉൾക്കൊണ്ട് ജീവിച്ചാൽ മതി. ജ്ഞാനവിജ്ഞാനയജ്ഞേന മാമിഷ്ടു ആത്മാനമാത്മനി സർവയജ്ഞപതിം മാം വൈ സംസിദ്ധിം മുനയോ അഗമൻ.